എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ ഈ നിമിഷം കടന്നു വരുന്നത് വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള ഷോളയാർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ പി ജോൺസൺ, കോട്ടയം സ്വദേശിയാണ്, 48 വയസ്സെന്ന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. NMRO വനിതാ വാച്ചറോട് അപമര്യാദയായി പെരുമാറി എന്ന ഒരു കേസിലാണ് ഒക്ടോബർ 6 നടന്ന സംഭവത്തെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ ചാലക്കുടി DYSPയും സംഘവും ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സംഭവം നടക്കുന്നത് ഒക്ടോബർ 6 ഈ പി ജോൺസൺ എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥൻ, ഇദ്ദേഹം ഒരു പനിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ടാണ് ഈ ഷോളയാർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ പി ജോൺസൺ എന്ന് പറയുന്ന ഈ ഫോറസ്റ്റ് ഓഫീസർ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട മാന്യമല്ലാത്ത പല ഇടപെടലുകൾക്കും അദ്ദേഹത്തിനെതിരെ പരാതി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ചില ശാരീരിക ഉപദ്രവങ്ങളുടെ കേസിലും പരാതികൾ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പല നടപടികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ് മിക്കവാറും ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചുള്ളത്. അതായത് വരുന്നു ഒരു കൺട്രോളർ, ആരെയും കൺട്രോളിൽ നിൽക്കാത്തൊരു ഉദ്യോഗസ്ഥൻ. ഇത് തീർച്ചയായിട്ടും ഫോറസ്റ്റ് സംവിധാനത്തിന് മാത്രമല്ല, ഫോറസ്റ്റ് സംവിധാനം എന്ന് പറഞ്ഞാൽ വളരെ കുറ്റമറ്റതായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഇത് ജനങ്ങൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. സർക്കാരിൻ്റെ പ്രതിച്ഛായ പോകുന്നു. ഇയാൾ വേറെ ഏതെങ്കിലും ഇതുപോലത്തെ കേസിൽ വേറെ പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഫോറസ്റ്റ് സംവിധാനങ്ങൾക്കും ഫോറസ്റ്റിലെ നല്ലവരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കും സേനാംഗങ്ങൾക്കും ഒക്കെ തന്നെ വലിയ അപമാനമാണ് വരുത്തി വയ്ക്കുന്നത്. നമുക്കറിയാം, ഈ ഹൈറേഞ്ച് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു ലൈഫ് പലപ്പോഴും നമുക്ക് ഫോറസ്റ്റ് ഓഫീസേഴ്സിനോട് ഉദ്യോഗസ്ഥരോടൊക്കെ നമുക്ക് ദേഷ്യം തോന്നും. പക്ഷെ അവരുടെ ഒരു ജീവിതമുണ്ട്. പലപ്പോഴും അവരുടെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് അവരുടെ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഉള്ള സമയത്ത് പരസ്പരമുള്ള ഒരു സഹകരണവും പരസ്പരമുള്ള ഒരു സഹവർത്തിത്വവും ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പരസ്പരം വിശ്വസിക്കാൻ സാധിക്കുക? അതും പ്രത്യേകിച്ച് വനിതാ ജീവനക്കാർക്ക്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഗവൺമെൻറ് തലത്തിൽ, സർക്കാർ തലത്തിൽ ഈ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം. ഇദ്ദേഹത്തിന് ഏതെങ്കിലും ശാരീരികമായ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഗവൺമെൻറ് തലത്തിൽ അന്വേഷണം നടത്തി ഈ ഉദ്യോഗസ്ഥനെ ഈ തലസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്നാണ് പറയാനുള്ളത്. കാരണം ഇദ്ദേഹത്തിൻ്റെ പഴയ ട്രാക്ക് റെക്കോർഡുകൾ നോക്കുമ്പോൾ അങ്ങനെയാണ്. മലയാറ്റൂരിൽ നിന്നാണ് അദ്ദേഹം ഈ ഷോളയാർ സ്റ്റേഷനിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇവിടെ വീണ്ടും പ്രശ്നം, അതായത് ജോയിൻ ചെയ്തതാണ് ഇതിൽ ഏറ്റവും വലിയ സംഭവമാണ്. ഒക്ടോബർ 6 ഇദ്ദേഹം ജോയിൻ ചെയ്തു. അന്ന് തന്നെ വിഷയം ഉണ്ടാക്കി, അന്ന് തന്നെ പ്രശ്നമായി. ഈ NMRO വാച്ചർമാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കും, അവർക്ക് സർക്കാരിൻ്റെ ശമ്പളമാണ്. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നവരാണ്. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന എത്രയോ നല്ല വാച്ചർമാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ വാച്ചർമാരെ പ്രത്യേകിച്ച് വനിതാ വാച്ചർമാർക്ക് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളത് ഈ ഡിപ്പാർട്ട്മെന്റിന് തന്നെ വലിയ മാനക്കേടാണ്. അതുകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ വളരെ കരുതലോടുകൂടി വളരെ നല്ല രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. കോട്ടയം സ്വദേശിയായിട്ടുള്ള പി ജോൺസൺ എന്ന ഈ പ്രതിയെ ഇപ്പോൾ DSP ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കസ്റ്റഡിയിലാണ്. നന്ദി, നമസ്കാരം.